നമസ്കാരം. മലയാണ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 6th സ്റ്റാൻഡേർഡ് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാഠമാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി അങ്ങനെ 2 ടെക്സ്റ്റ് ബുക്കുകളാണ് ഗ്രേഡ് 6ലെ കുട്ടികൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റായ അമൃതം നുകര, അതിലെ ആദ്യ പാഠമായ അടുക്കള, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദീകരിക്കുന്നത്. ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് TP രാജീവനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായി പാഠം തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രവേശകം പോലെ ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ട്. അത് എഴുതിയിരിക്കുന്നത് ദേവകി നിലയങ്ങോടാണ്. പ്രശസ്തിയായ എഴുത്തുകാരിയാണ്. 75 വയസ്സിന് ശേഷമാണ് ഈ എഴുത്തുകാരി സാഹിത്യരംഗത്തേക്ക് ചുവടുവെക്കുന്നത്. തൻ്റെ 70 വർഷക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും സാമൂഹിക രീതികളെക്കുറിച്ചും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചും അവയെല്ലാം കോർത്തിണക്കി ഒരു പുസ്തക രൂപത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എല്ലാം എതിരായി തൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. നഷ്ടബോധങ്ങളില്ലാതെ യാത്ര നാട്ടിലും കാട്ടിലും, വാതിൽ പുറപ്പാട്, ഇവയാണ് പ്രധാന കൃതികൾ. 2023 തൃശ്ശൂരിൽ സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണ് അന്ത്യം സംഭവിക്കുന്നത്. വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ബാധിച്ചാണ് അന്ത്യം സംഭവിച്ചത്. തൊട്ടു പിറ്റേ ദിവസം തന്നെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ശാന്തിഘട്ടിൽ വെച്ചിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാക്കാഴ്ചകളിലേക്ക്. സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളകുപൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല. സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രമാണത്തിലുള്ളത്. ദേവകി നിലങ്ങോട് എഴുതിയ കാലപ്പകർച്ചകൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വരികൾ. അതായത്, വിശപ്പിനേക്കാൾ നല്ല കറിയില്ല. നമ്മൾ വിശന്ന് വലഞ്ഞ് ക്ഷീണത്തോടു കൂടിയിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ മുൻപിൽ ഇഷ്ടമില്ലാത്ത വിഭവം ആണെങ്കിൽ പോലും നാം കഴിച്ചുവെന്നിരിക്കും. ഭക്ഷണത്തിൻ്റെ സ്വാദ് നോക്കുന്നതിന് പകരം വിശപ്പടക്കാനുള്ള മാർഗമായിരിക്കും ആ സമയം നമ്മൾ തേടുന്നത്. അടുത്ത വരി നോക്കൂ. സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സ്നേഹവുമായി ബന്ധപ്പെട്ട് കവികൾ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നത് മലയാളത്തിലെ പ്രശസ്ത കവി കുമാരനാശാൻ തൻ്റെ നളിനി എന്ന കൃതിയിൽ രചിച്ച വിശ്വപ്രേമം തുളുമ്പുന്ന വരികളാണ്. ഈ വരികളുടെ അർത്ഥം ലോകത്തിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹം എന്ന സത്യമാണ്. ജീവിതത്തിൽ സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും സ്നേഹം നഷ്ടപ്പെട്ടാൽ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുമെന്നും ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇവിടെ കവയിത്രി ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അതായത് എല്ലാത്തിനും അടിസ്ഥാനം സ്നേഹമെന്ന വികാരമാണ്.
ഉദാഹരണത്തിന് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന വിഭവം ഒരുപക്ഷെ അത് രുചി ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ അത് വെച്ച് വിളമ്പിത്തരുന്നത് സ്നേഹത്തോടു കൂടിയാണെന്ന് നാം മനസ്സിലാക്കുകയും അതല്ലെങ്കിൽ നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ പകർന്നു തരുന്ന ഭക്ഷണം അത് രുചി കുറവായാലും നമ്മൾ വളരെയധികം സ്വാദിഷ്ടമായി കഴിക്കാറുണ്ട്. അവിടെ സ്നേഹം എന്ന വികാരമാണ് സ്വാദായി മാറുന്നത്. അതായത് നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികൾ പകർന്നു നൽകുന്നത് ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവയും ഉണ്ടാവാം. പക്ഷേ നമ്മൾ അവരുടെ പ്രവൃത്തികൾ കാണുകയും കേൾക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? സ്നേഹമെന്ന മഹത്തായ വികാരം നമ്മിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ തെറ്റ് ചെയ്താലും അവ ചൂണ്ടിക്കാട്ടി സ്നേഹരൂപേണ ശാസിക്കുന്നത്. മനസ്സിൽ സ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു വസ്തു, അതല്ലെങ്കിൽ ഒരു നാട്, അതുമല്ലെങ്കിൽ ഒരു സമൂഹവുമായി യോജിച്ചു പോകുന്നതിന് സാധിക്കുകയില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുക എന്ന് കവയിത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട എരിശ്ശേരിയെക്കുറിച്ചാണ് കവയിത്രി പിന്നീട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് കഴുകി വേവിക്കേണ്ടതെന്നും അതിൻ്റെ പാകം എന്താണെന്നും നമുക്ക് പറഞ്ഞു തരികയാണ്. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിൽ ഉണ്ട് എന്ന് കവയിത്രി സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് പണ്ട് കാലത്ത് സമൂഹത്തിലുണ്ടായിരുന്ന ഓരോ വിശ്വാസങ്ങളെയും രീതികളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. മുതിർന്നവർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികളോ സ്ത്രീജനങ്ങളോ കൂടുതലായി ചെന്ന് നിന്ന് സംസാരിക്കുവാനോ അവരുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോലും അനുവാദമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതിർന്നവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടത്തിൽ അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സ്ത്രീജനങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അത്യുച്ചത്തിൽ ചിരിക്കുവാനോ അത്യുച്ചത്തിൽ സംസാരിക്കുവാനോ മുതിർന്നവർ അനുവദിച്ചിരുന്നില്ല. ഒരു സ്ത്രീയുടെ അഴക് ചെറുപുഞ്ചിരി എന്നതായിരുന്നു മുതിർന്നവർ എപ്പോഴും സ്ത്രീയെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നത്. അതാണ് കവയിത്രി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. അതായത് എരിശ്ശേരി അധികമായി തിളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. കറിയുടെ ഭംഗി എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് മാത്രമല്ല, അത് രുചിച്ച് നോക്കുമ്പോഴും സ്വാദിഷ്ടമായിരിക്കണം. അധികമായി തിളച്ചു പോയി കഴിഞ്ഞാൽ എരിശ്ശേരി രുചികരമല്ലാതായിത്തീരും. അതിനാൽ സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നായിരുന്നു പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലിൽ കൂടി, അതായത് എരിശ്ശേരി തിളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് പെൺകിടാങ്ങൾ അത്യുച്ചത്തിൽ ചിരിച്ചു കഴിഞ്ഞാൽ പെൺകിടാങ്ങളുടെ മനോഹാരിത നഷ്ടപ്പെടും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം നിലനിന്നിരുന്നു. അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വരികളിൽ കൂടി. ഇനി അടുക്കള എന്ന കവിത രചിച്ച സാഹിത്യകാരനായ ശ്രീ TP രാജീവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പങ്കുവയ്ക്കാം. 1959 പാലേരിയിൽ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാടായിരുന്നു പാലേരി. പാലേരിയിലാണ് അദ്ദേഹം തൻ്റെ ബാല്യകാലം ചിലവഴിച്ചത്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ. പിന്നീട് നിരവധി കഥകളും കവിതകളും ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം രചിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നാടായ കോട്ടൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് KTN കോട്ടൂർ എന്ന നോവൽ എഴുതിയത്. വയൽക്കരെ ഇപ്പോഴില്ലാത്ത എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അടുക്കള എന്ന നിങ്ങൾക്ക് പഠിക്കുവാനുള്ള പാഠഭാഗം. ഇതിൽ അദ്ദേഹം അടുക്കളയുടെ മാറ്റത്തെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അടുക്കള ഈ വാക്ക് എല്ലാ കുട്ടികൾക്കും പരിചിതമായിരിക്കുമല്ലോ. അവിടെ ആരാണ് കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്? അമ്മമാരായിരിക്കും അല്ലേ? പക്ഷേ പുതിയ തലമുറയിൽ ചിലപ്പോഴെങ്കിലും അച്ഛന്മാരും പാചകം ചെയ്യാറുണ്ട്. അത് നമുക്ക് മറക്കാവുന്നതല്ല. അതുപോലെ തന്നെ ചില കുട്ടികളും പാചകത്തിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ ഇതൊക്കെ വിരളം ആയി മാത്രം. അങ്ങനെ നോക്കുമ്പോൾ
കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് അമ്മമാർ തന്നെയാണ്. പക്ഷേ പണ്ടുള്ള അടുക്കളയും ഇപ്പോഴുള്ള അടുക്കളയും തമ്മിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബങ്ങൾ നിലനിന്നിരുന്നപ്പോൾ അടുക്കളകൾ നിറഞ്ഞിരുന്നു. അമ്മമാർ, മുത്തശ്ശിമാർ, ബന്ധുജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിട്ടായിരിക്കും പാചകം. ഇന്ന് ആ നിലയിൽ നിന്നും നന്നേ വ്യത്യസ്തമായി ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരിടമായി മാറി ഇന്നത്തെ അടുക്കള. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പകർന്ന് തന്നിരുന്ന പലഹാരങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങൾ പലതും ആരോഗ്യകരമായിട്ടുള്ളതും അതുപോലെ തന്നെ പോഷക സമൃദ്ധമായതും ആയിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കാലം മാറി വിവിധ നാടുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയതോടുകൂടി പല നാടുകളിലെ ഭക്ഷണ രീതികൾ നമ്മൾ മനസ്സിലാക്കുകയും അവയെല്ലാം നമ്മുടെ അടുക്കളകളിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്തു. പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള അമ്മമാർ അവയൊക്കെ നമ്മുടെ പാചകശാലയിലെ പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റി. പാചകം അറിയാത്ത അമ്മമാർ, അതുപോലെ തന്നെ പാചകം അറിയാമെങ്കിലും സമയം ലഭിക്കാതെ പോകുന്ന അമ്മമാർ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്കും മാറി. നമ്മുടെ നാടൻ പലഹാരങ്ങൾ നിറഞ്ഞിരുന്ന തീന്മേശകൾ ഇന്ന് വിവിധ ദേശങ്ങളിലെ, അതായത് വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ നിരക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പാചകവുമായി ബന്ധപ്പെട്ട വിവിധ പാചകക്കുറിപ്പുകളും വീഡിയോകളും നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി പാചകവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല തരത്തിലുള്ള വ്യത്യസ്ത ഇനം വിഭവങ്ങൾ ഒരുക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങി. അതോടുകൂടി കുട്ടികളുടെ ജീവിതശൈലിയും അതുപോലെ തന്നെ അമ്മമാരുടെ ജീവിതശൈലിയും എല്ലാം മാറുകയാണ് ചെയ്തത്. പണ്ട് കാലങ്ങളിൽ മുതിർന്നവർ പാകം ചെയ്യുന്ന സമയങ്ങളിൽ മായമില്ലാത്ത, ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ തരത്തിലുള്ള വിഭവങ്ങളായിരുന്നു അന്ന് കുട്ടികൾക്ക് പകർന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അമ്മമാർ വീടുകളിൽ ചിലപ്പോൾ കറികൾക്ക് ആകർഷണം കൂടുവാൻ വേണ്ടി നിറങ്ങളും ചിലപ്പോൾ ടേസ്റ്റ് കൂടുവാൻ വേണ്ടിയിട്ടുള്ള പല വസ്തുക്കളും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് അവ കൊടുക്കുക. പക്ഷേ ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ഈ കവിതയിൽ കൂടി. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ, അതായത് നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പാകം ചെയ്തിരുന്ന സമയത്ത് വിറകടുപ്പിലായിരുന്നു ആഹാരം പാകം ചെയ്തിരുന്നത്. ഓട്ടുരുളികളിലും ഓട്ടുപാത്രങ്ങളിലും അതുപോലെ മൺചട്ടികളിലും വെച്ച് വിളമ്പുന്ന വിഭവങ്ങൾക്ക് വളരെയധികം സ്വാദുമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സമയവും സാഹചര്യത്തിൻ്റെയും വ്യത്യാസം മൂലവും, അതായത് സമയക്കുറവ് മൂലവും നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. ഗ്യാസ് അടുപ്പിലേക്ക് മാറി. തുടർന്ന് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പല അടുപ്പുകളും വന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുപ്പുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. പിന്നീട് ബയോഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൗ ഉപയോഗിക്കുവാനും തുടങ്ങി. ഇങ്ങനെ അടുക്കളയുടെ മുഖഛായ തന്നെ മാറിയിരിക്കുന്നു ഇപ്പോൾ. ഇവ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഒരു താരതമ്യ പഠനവും ഓർമ്മപ്പെടുത്തലുമാണ് TP രാജീവൻ നമുക്ക് ഈ കവിതയിൽ കൂടി പകർന്നു തരുന്നത്. കവിതയും കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയ വിവരണവും ഞാൻ അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഏവർക്കും നന്ദി, നമസ്കാരം.